ആദ്യം ശ്രീ കവാലം ശ്രീകുമാർ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇത്തരം ഒരു ഗൗരവമേറിയ മത്സരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന സംഗീതജ്ഞനാണ് ശ്രീ കവാലം ശ്രീകുമാർ. ശ്രീ കവാലം ശ്രീകുമാറിന്റെ സംഗീത ജീവിതത്തിന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ വലിയൊരു പാരമ്പര്യമുണ്ട്. ശ്രീ കവാലം നാരായണ പണിക്കർ ആ ഒരു പാരമ്പര്യത്തെ പിന്തുടർന്നാണ് ഒരു സബര്യ പോലെ സംഗീതത്തെ ശ്രീ കവാലം ശ്രീകുമാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തെ ഈമയുടെ വേദിയിൽ ഈ കുട്ടികളെ വിലയിരുത്താനായിട്ട് കിട്ടിയത് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഏതായാലും ഇങ്ങനെ ഒരു പുതിയ സ്ഥലത്ത് ഞങ്ങൾക്ക് വരാനിടയായി. കുറേ നാളായിട്ട് നമ്മളിതൊരു ഇങ്ങനൊരു സ്ഥലത്തെ പറ്റി കേട്ടു തുടങ്ങി. ഛത്തീസ്ഗഡിൽ വരണം, എന്താണ് ഇവിടുത്തെ സംഭവം ഒന്നും അറിയില്ല. ഇവിടെ വന്നപ്പോൾ എത്ര മനോഹരമായ റോഡുകളും നല്ല ഹരിതാഭമായ പ്രദേശവും നമ്മൾ കണ്ട അസൂയ വരും. ധാരാളം പ്രദേശങ്ങൾ ഇങ്ങനെ വെറുതെ കിടപ്പുണ്ട്. കേരളത്തിലേക്കാണ് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കുറേ വസ്തുക്കളും ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. വിശാലമായ സ്ഥലവും സംഗീതം, നമുക്ക് സംഗീതം അറിയാവുള്ളൂ. ജീവിതത്തിൽ അതല്ലാണ്ട് മറ്റൊന്നും പ്രാക്ടിക്കൽ ലൈഫ് പോലും അറിയാൻ മേലാത്ത കൃഷിയാണ് ഞാൻ. ജീവിതം എന്ന് പറയുന്നത് സംഗീതം തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ജീവിതമാണ്. ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നു. അത് സംഗീതം കൊണ്ട് മാത്രം അല്ലലില്ലാണ്ട് മനസ്സിൽ സന്തോഷം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സംഗീതം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും. അപ്പം അതുകൊണ്ട് സംഗീതം വളരെയധികം സന്തോഷം ജീവിതത്തിൽ നൽകുന്നു. നമ്മൾ പ്രത്യേകിച്ചൊന്നും വേറെ സന്തോഷത്തിനുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ളൊരു കഴിവ് നേരാവണ്ണം വിനിയോഗിച്ചാൽ തന്നെ വൃത്തിയായിട്ട് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. വേറെ എന്താ പറയേണ്ടത് എനിക്ക് മതിയല്ലോ. വളരെ സന്തോഷം. അപ്പം ഇവരുടെയൊക്കെ ആഗ്രഹം ഏതാനും ഗാനങ്ങൾ ശ്രീ കവാലം ശ്രീകുമാറിന്റെ നിന്ന് കേൾക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പാട്ടുകൾ. ഓക്കെ. ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടില് ദക്ഷിണാമൂർത്തി സ്വാമി ഒരിക്കൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ വന്നപ്പോൾ ഒരു പാട്ട് ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഇടയ്ക്ക് ചെയ്ത ഒരു പാട്ടാണ് ഇന്നലെ നീ ഒരു സുന്ദര രാഗം എന്ന് പറഞ്ഞ അത് ബേഗഡ രാഗത്തിൽ അദ്ദേഹം ചെയ്ത ഒരു പാട്ട്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ മയങ്ങിടുമ്പോൾ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എനിക്ക് അന്ന് വളരെ കുട്ടിക്കാലം സ്കൂളിൽ പഠിക്കുന്ന ആ കാലത്ത് ആ ഒരു പോർഷൻ മാത്രം എനിക്ക് വരില്ല. അപ്പം മയങ്ങിടുമ്പോൾ അപ്പൊ എന്താണ് സെക്കൻഡ് പോർഷൻ ഇടുമ്പോൾ എന്ന് മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ദക്ഷിണാമൂർത്തി സ്വാമി ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ പഠിപ്പിച്ച ഒരു പാട്ടാണ്. ഞാനിങ്ങനെ വേദികളൊന്നും പാടാറൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനെ അതിൻ്റെ ഈണമുണ്ട്. ഞാനൊരു ഗാനമേള വേദികളിൽ പാടാത്തൊരു വ്യക്തി കൂടെയാണ്. കച്ചേരിയാണ് എൻ്റെ ഒരു മെയിൻ തൊഴിൽ. എങ്കിലും ഇവിടെ ഈ ഒരു സിനിമാ ഗാനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് പാട്ടുകൾ അതിൽ ഒരു ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പ്രത്യേകിച്ച് അത് ക്ലാസിക്കൽ ബേസ്ഡ് ഒരു സോങ്ങും കൂടെ ആയതുകൊണ്ട്, ക്ലാസിക്കൽ ബേസ് മാത്രമല്ല ക്ലാസിക്കലിനെ വളരെ ലളിതവൽക്കരിച്ച് ആ ഒരു രാഗത്തെ വളരെ ലളിതവൽക്കരിച്ച് ചെയ്തിട്ടുള്ള ഒരു ഗാനം കൂടിയാണ്. അപ്പൊ അതിലെ ഒരു വല്ലവി അനവല്ലി മാത്രം പാടാം. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാരാഗാന നിർജ്ജരി കേട്ടു തരിച്ചു നിന്നു നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമകരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ
പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. അച്ഛൻ്റെ ഒരു 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 ഫോക്ക് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യമില്ല. പക്ഷെ ഞാൻ നേരത്തെ പാടിയ അവിടെയൊക്കെ പ്രസിദ്ധമായ പാടി, പക്ഷെ ഇത് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യമില്ലാത്തതുകൊണ്ട് എങ്കിലും അതിൻ്റെ ലിറിക്സ് വളരെ പ്രത്യേകതയുള്ള ലിറിക്സാണ്. കടുക്കെ മുടുക്കെ എന്ന് പറഞ്ഞൊരു ആണ്. കടുക്കെ മുടുക്കെ കാച്ചിനി ജിനി കാപ്പഴുത്ത് മക്കൾക്ക് കണ്ണ് മുഴുത്ത് എന്നിട്ടും പക്കിയാകാനേനു പറ്റിയില്ലല്ലോ. ആണിനോ പെണ്ണിനോ മനതലിവില്ലാണ്ട് ആണോ ഞാൻ പെണ്ണോ ഞാൻ തിരുവ് തെരിയാ മൃഗമോ. ആണോ ഞാൻ പെണ്ണോ ഞാൻ തിരുവ് തെരിയാ മൃഗമോ. മലയോളം ചക്കര കൊണ്ടു കനവു പൊലിച്ചേ ചങ്കിലൊരു പങ്കിളി വന്ന് കിലുകിലം വച്ചേ. മലയോളം ചക്കര കൊണ്ടു കനവു പൊലിച്ചേ ചങ്കിലൊരു പങ്കിളി വന്ന് കിലുകിലം വച്ചേ. അടിയാത്തി പണിച്ചി പെണ്ണുണ്ട് മൊട്ടത്തി പെണ്ണ് ഒരുങ്കത്തോരുങ്കത്തില് വട്ടം കളിച്ചേ. ആണിനോ പെണ്ണിനോ മനതലിവില്ലാണ്ട് ആണോ ഞാൻ പെണ്ണോ ഞാൻ തിരുവ് തെരിയാ മൃഗമോ. ആണോ ഞാൻ പെണ്ണോ ഞാൻ തിരുവ് തെരിയാ മൃഗമോ. കടുക്കെ മുടുക്കെ കാച്ചിനി ജിനിക്ക കാഭയത്ത് മക്കൾക്ക് കണ്ണ് മുഴുത്ത് എന്നിട്ടും പക്കിയാകാനേനു പറ്റിയില്ലല്ലോ. ഏനു പറ്റിയില്ലല്ലോ ഏനു പറ്റിയില്ലല്ലോ. അധികം പറഞ്ഞ പോലെ എനിക്ക് അധികം കേട്ടിട്ടില്ലാത്ത പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടാണ്. അപ്പൊ കേട്ട ചില പാട്ടുകൾ കൂടെ അത് പാടാനുള്ള ഒരു ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പാടി. ഫോക്കിലേക്ക് തിരിഞ്ഞ് ഞാൻ ശബ്ദത്തിനെ പറ്റി വലിയ ബോധമുണ്ടാവേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ട്രിക്ക് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിപ്പം ഇപ്പൊ പുലരിത്തൂ മഞ്ഞോ ഒക്കെ പാടിയേനെ, പക്ഷെ അത് പാടാനുള്ള ഒരു അല്ല പുലരിത്തൂ മഞ്ഞ അതേ കറുകറക്കാർ ഇതൊരു ചക്രപ്പാട്ട്. നമ്മളെ കുട്ടനാട്ടിലേക്കുള്ള ഒരു ചക്രപ്പാട്ട്. അത് അച്ഛന് ഒരിക്കൽ ഇങ്ങനെ എഴുതിയ ഒരു നാടൻ ശീലമാണ്. നമ്മൾ ഈ ചക്രത്തിലിരുന്നിട്ട് പിന്നെ വെള്ളമൊക്കെ തേയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കുട്ടനാട്ടിലേക്ക്. നിങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ അതിന്റെ ചിത്രങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. ചക്രത്തെ കാലും തൂക്കി അയ്യാ അയ്യയ്യാ തൂക്കി വിടയ്യാ കരുതികുതകതികുതേതികുതാര. ചക്രത്തെ കാലും തൂക്കി അയ്യാ തൂക്കി വിടയ്യാ കരുതികുതകതികുതേതികുതാര. കരുതികുതകതികുതേതികുതാര.
ഈ വട്ടിക്കുള്ളിലെ വിത്തിന്നളവെത്തറ വിളവെത്തറ കളവെത്തറ പതിരെത്തറ കറുതികുതകതികുതൈതികുതറ. ഈ വട്ടിക്കുള്ളിലെ വിത്തിന്നളവെത്തറ വിളവെത്തറ കളവെത്തറ പതിരെത്തറ കറുതികുതകതികുതൈതികുതറ. കറുതികുതകതികുതൈതികുതറ. തൈതകതൈ കറുതികുതകതികുതൈതികുതറ. ഈ കൊയ്ത്തിനടിയത്തുങ്ങട കരിക്കാടി കണ്ടത്തിൽ കനകമണി കതിരിടണേ കറുതികുതകതികുതൈതികുതറ. ഇക്കതിരിൻ ഉതിർമണി നെന്മണി മുഴുമൂടയിൽ മാണിക്യ പൊലിമ നിറയെ തരണേ കറുതികുതകതികുതൈതികുതറ. ഇക്കതിരിൻ ഉതിർമണി നെന്മണി മുഴുമൂടയിൽ മാണിക്യ പൊലി നിറയെ തരണേ കറുതികുതകതികുതൈതികുത കറുതികുതകതികുതൈതികു കറുതികുതകതികുതൈതികുതറ. തൈതകതൈ കറുതികുതകതികുതൈതികുതറ. ചക്രത്തെ കാലും തൂക്കി അയ്യാ ചക്രത്തെ കാലും തൂക്കി അയ്യാ അയ്യയ്യ തൂക്കി വിടയ്യ കറുതികുതകതികുതൈതികുതറ. തൂക്കി വിടയ്യ കറുതികുതകതികുതൈതികുത കറുതികുതകതികുതൈതികുതറ. ഏതു നാമവും ഏതു രൂപവും ഏകം ഏകമയം. ഏതു നാമവും ഏതു രൂപവും ഏകം ഏകമയം. സകല ലോക സുഖകരം നിൻ മഹിമാകാരം മനോഹരം. ഏതു നാമവും ഏതു രൂപവും ഏകം ഏകമയം. ചേതോഹരം സുഖ ശീതോപചാരം ഏകാന്തരം പകരും വിചാരം. ഏതു നാമവും ഏതു രൂപവും ഏകം ഏകമയം. ആദിമാതാവും അല്ലായും അനന്ത കൃഷ്ണനും പ്രേമ ക്രിസ്തുവും നീ. വേദാന്തമേ നിന്നാനന്ദരൂപം. വേദാന്തമേ നിന്നാനന്ദരൂപം. ഓംകാരമേ നിൻ ശാന്തി മന്ത്രം. ഏതു നാമവും ഏതു രൂപവും ഏകം ഏകമയം. ഏകം ഏകമയം. സന്തോഷം ചേട്ടാ, സന്തോഷം. സത്യം പറഞ്ഞ മനസ്സിലുണ്ടായിരുന്നത്
മണ്ണിന്നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി മെയ്യിൻ കയ്യിൽ അഴകോലും വർണ്ണചിത്രങ്ങൾ മാഞ്ഞു എന്ന വരികളാണ്. അതില് വേണമെങ്കിൽ രണ്ടുപേര് പാടാന്ന് മാത്രമേ ഉള്ളൂ, അതിനുള്ള ആരോഗ്യം ഉള്ളൂ എന്നുള്ളതുകൊണ്ട്. മണ്ണിന്നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി മണ്ണിന്നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി വെയിലിൻ കയ്യിൽ അഴകോലും വർണ്ണചിത്രങ്ങൾ മാഞ്ഞു, വർണ്ണചിത്രങ്ങൾ മാഞ്ഞു. പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു, വീണുടഞ്ഞു. താങ്ക് യു ചേട്ടാ, സന്തോഷം. ഞാൻ നമ്മളെ ഗംഗയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ പോയിരുന്നു. അപ്പൊ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ യാത്രയുടെ തുടക്കത്തിൽ എന്നെ എൻ്റെ ഒരു സുഹൃത്ത് ബിന്ദു നമ്പൂതിരി വിളിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഡൽഹിയിലേക്കുള്ള യാത്ര ആരൊക്കെയുണ്ട് കൂടെ ചോദിച്ചപ്പോൾ ചേട്ടനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ബിന്ദു പറഞ്ഞൊരു കാര്യമുണ്ട്. ബിന്ദുവിന്റെ മകൾ ഒരു മാസം മുമ്പാണ് സ്വിറ്റ്സർലൻഡിൽ ജോലിക്ക് പോയി. ഞാൻ ബിന്ദുവിനോട് സംസാരിക്കുന്നതിന്റെ തലേ ദിവസം ഈ മോള് ബിന്ദുവിനെ വിളിച്ച് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എപ്പോഴും കേൾക്കാറുള്ള രാമായണം വായിക്കുന്ന ആങ്കിളിന്റെ പേരൊന്ന് പറയൂ എന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ ഹോം സിക്നെസ് അവിടെ തീരണമെങ്കിൽ ചേട്ടന്റെ രാമായണം വായന കേൾക്കണം. വളരെ സന്തോഷം. ലോകം മുഴുവനുള്ള മലയാളികൾ അത് കേട്ട്, കാരണം ഞാൻ മറ്റെന്ത് പാടിയാലും രാമായണത്താണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് എന്നുള്ളൊരു വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം വളരെ അവിചാരിതമായിട്ട് എൻ്റെ ആകാശവാണി ജീവിതത്തിൽ ഞാൻ ജോലിയുടെ ഭാഗമായി തുടങ്ങി വെച്ച ഒരു കാര്യമാണ്. കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ ഞാൻ ജോലി കയറുമ്പോൾ അന്ന് അവിടുത്തെ എൻ്റെ ഒരു സ്റ്റേഷൻ ഡയറക്ടർ നമ്പ്യാർ സാർ, അദ്ദേഹം എന്നെ ഈ ഒരു ജോലി എടുത്ത് ഏൽപ്പിച്ചു. ഞാൻ അതുവരെ ഇത് വായിച്ചിട്ടില്ല. അപ്പൊ സംഗീതമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇങ്ങനൊരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആളാണ് എന്നുള്ളും എന്നെ പിടിച്ച് ഏൽപ്പിച്ചായിരിക്കാം. അപ്പൊ ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ ആ വിശ്വാസം അവിടം തൊട്ട് ഞാനിപ്പോ എല്ലാ വർഷവും ഈ ഒരു സീസൺ ആകുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹത്തിന് 94-95 വയസ്സുണ്ട്. കോഴിക്കോട് നമ്പ്യാർ സാറിനെ വിളിച്ച് പറയും, സാറ് തുടങ്ങി വിട്ട അത് സാധനമാണ്, ഇപ്പോഴും അത് തുടരുന്നു, ജനങ്ങൾ അതിലൂടെ നമ്മളെ അറിയുന്നു എന്ന് അദ്ദേഹത്തെ വിളിച്ച് ഓരോ വർഷം ഞാൻ സന്തോഷം ഒന്ന് പുതുക്കും. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന ഒരു, കാരണം എവിടെ ചെന്നാലും ഇത് എല്ലാവരും കേൾക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. വളരെ ആളുകൾക്ക് ഇത് അവർക്കൊരു സന്തോഷം നൽകുന്നു ഇത് എന്നുള്ളതും ഒരു സന്തോഷമാണ്. കാരണം ഇതിന്റെ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരേ ഒരു വാക്കാണ്, നീ ഇത് ചൊല്ലുമ്പോൾ നിനക്കൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം, അല്ലാതെ ഇങ്ങനെ ചൊല്ലണം എന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. നീ ചൊല്ലുമ്പോൾ അതിനൊരു വ്യക്തിത്വം ഉണ്ടാവണം, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവിടുന്ന് കൽപ്പിച്ച ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അത്രേ എനിക്ക് പറയാവുള്ളൂ. സന്തോഷം. താങ്ക് യു. അപ്പൊ നമുക്ക് ഗംഗയിലേക്ക് അപ്പൊ ഗംഗ, നമുക്ക് പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഗംഗയ്ക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങള് ഈ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് സംസാരിക്കുന്നതൊക്കെ കേട്ടത് കൊണ്ട് കൂടിയാണ്. കാരണം ഗംഗയുടെ ഒക്കെ സംഗീത യാത്രയുടെ വഴികൾ അറിയുന്നത് പോലും ഇന്നിവിടെ പാടിയ ആളുകൾക്ക്, കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ള ഗായകർക്ക് വലിയ പ്രചോദനമാകും. ഗംഗ ഒരുപക്ഷെ സിനിമയിലേക്കുള്ള MM കീരവാണി സാർ ആണെങ്കിൽ പോലും ജോൺസൺ മാഷുമായിട്ടുള്ള അനുഭവം, ഏറ്റവും ആദ്യത്തെ മലയാള ചലച്ചിത്ര ഗാനം ജോൺസൺ മാഷാണല്ലോ തന്നത്. അദ്ദേഹമായിട്ടുള്ള ഒരു അനുഭവം എന്താണ്? ജോൺസൺ മാഷായിട്ടുള്ള അനുഭവം നമുക്ക് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം അദ്ദേഹമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെയാണ് അദ്ദേഹത്തിനെ അറിയാൻ എനിക്ക് കൂടുതലും. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ കുറെ പാട്ടുകൾ ട്രാക്കായിട്ടും ഈ ആദ്യം ആ പാട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞാലേ അവർക്ക് സൂര്യാംശു വേദോ വയൽപ്പൂവിലും. അപ്പൊ അത് ആ ഗാനതാണ് മലയാളത്തിൽ
ഒരുപക്ഷെ അതിനു മുമ്പ് A.R. റഹ്മാന്റെ ഒക്കെ കൂടെ, കീരവാണി സാറിന്റെ ഒക്കെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിലെ ഒരു എൻട്രി, ചലച്ചിത്രത്തിലുള്ള എൻട്രി എന്ന് പറയുന്നത് പിന്നെ സൂര്യാംശു വേദോ പക്ഷേ എന്ന സിനിമയിലെ സൂര്യാംശു ഇവിടെ ആർക്കും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഡയറക്ട്ലി നമ്മൾ ജോൺസൺ മാഷെ പറ്റി പറഞ്ഞതിന് മുമ്പേ എന്തുകൊണ്ട് ജോൺസൺ മാഷെ എന്നുള്ളത് പറയാം. പക്ഷേ എന്ന സിനിമയിലാണ് എനിക്ക് ആദ്യത്തെ അവസരം കിട്ടുന്നത് ജോൺസൺ മാഷിന്റെ മ്യൂസിക്കില്. പക്ഷെ അത് കിട്ടിയത് ഡയറക്ടർ മോഹൻ സർ വഴിയാണ്. ജോൺസൺ മാഷായിട്ട് നമുക്ക് അങ്ങനെ ഇടപഴകാൻ പറ്റില്ല, കാരണം അദ്ദേഹം ഭയങ്കര ഒരു സീരിയസ് ആൻഡ് സ്ട്രിക്റ്റ് ഓഫീസറാണ്. അപ്പൊ അദ്ദേഹത്തിനെ കാണുമ്പോൾ പേടിയാണ്. അതുകൊണ്ടൊന്നും അങ്ങനത്തെ ഒരു അനുഭവം ഒന്നുമില്ല. അദ്ദേഹം പാട്ട് പറഞ്ഞൊന്നും പാടിയെന്നല്ലാതെ വേറൊരു ഇതുമില്ല. പക്ഷെ വളരെ എൻകറേജിങ് ആയിരുന്നു. ഒരു പുതിയ ഗായിക എന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ലാതെ പാടിപ്പിച്ചു. ആ പാട്ടിന്റെ ഒരു 4 വരി പാടാം. ഈ കാട്ടിലഞ്ഞിക്ക് പൂവാടയും കൊണ്ടീ വഴി മാധവം വന്നു, പാൽക്കതിർ പാടത്ത് പാറിക്കളിക്കും പൈങ്കിളിക്കുള്ളം കുളിർത്തു, സോപാനദീപം തെളിയുന്ന ദിക്കിൽ സൗഭാഗ്യതാരോദയം, സൗഭാഗ്യതാരോദയം, സൂര്യാംശോരു വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ, സീമന്ത കുങ്കുമശ്രീ അണിഞ്ഞു ചമ്പകം പൂക്കുന്നുവോ, മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി. എനിക്കും ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഡൽഹിയിൽ നിന്ന് കിട്ടിയതാണെന്നാ തോന്നുന്നത്. കഴിഞ്ഞ ട്രിപ്പിൽ ഡൽഹി പോയി വന്ന ശേഷം രണ്ടാൾക്കും കുറച്ച്, ഞാൻ പിന്നെ കുറച്ചിങ്ങനെ മാനേജ് ചെയ്ത് പോന്നു. തൊണ്ടയ്ക്കൊരു ഡ്രൈനെസ് ഉണ്ട്. എല്ലാവർക്കും ഉള്ള പ്രശ്നം ഞങ്ങൾക്കും ഉണ്ട്. എല്ലാ കണ്ടസ്റ്റൻസും ഫേസ് ചെയ്യുന്നത് ഞങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പിന്നെ അതിനൊക്കെ തരണം ചെയ്യാൻ ഒരുവിധം പഠിച്ചു. അതുകൊണ്ട് ഞങ്ങൾ മാനേജ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാലും നമുക്ക് 1-2 കാര്യങ്ങൾ കൂടെ. ഇപ്പം ജോൺസൺ മാഷ് കഴിഞ്ഞു. അതിനുശേഷം ഇന്നത്തെ ഇവിടെ പാടിയ പല കുട്ടികളുടെയും ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും ശ്രീ A.R. റഹ്മാൻ. അദ്ദേഹത്തിന്റെ ടീമിലെ സ്ഥിരം അംഗമാണ്. ഒരുപാട് ആയിരുന്നു. ഓരോ കാലഘട്ടങ്ങളാണല്ലോ. നമുക്കിപ്പോ ഒരു ഞാനിപ്പോ ഓൾമോസ്റ്റ് 32 കൊല്ലമായി ചെന്നൈയിലേക്ക് കുടിയേറിയിട്ട്, കോഴിക്കോട്ട് നിന്ന്. അപ്പോൾ ചെന്ന ഉടനെ റഹ്മാൻ സാറിന്റെ അടുത്ത് ജോയിൻ ചെയ്തു. ആ ഒരു അദ്ദേഹത്തിന്റെ ഏർലി സ്റ്റേജ്, റോജയ്ക്ക് ശേഷമുള്ള എല്ലാ സിനിമകളിലും വോയിസ് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം കോറസ് ആയിട്ടും റീ റെക്കോർഡിങ്ങിലും ഹമ്മിങ്സും ഒക്കെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു 11 കൊല്ലം തന്നെ ലഗാൻ വരെയുള്ള എല്ലാ ഫിലിംസിലും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലഗാനിലടക്കം ഹിന്ദി ഫിലിംസ്, താളായിക്കോട്ടെ, രംഗീലായിക്കോട്ടെ, അതിലെല്ലാത്തിലും ബാക്കിംഗ് വോക്കൽസിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതില് അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള 1-2 ബിറ്റ്സ് ഞങ്ങൾ പാടിയത് ഞാൻ പാടിത്തരാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. മനസ്സില വച്ചിക്ക മാമൻകാര രാത്രി വന്താ, മടിയില കട്ടിക്ക മാമൻ തந்த സംഗതിയെല്ലാം മനസ്സില വച്ചിക്ക. ഇതൊന്ന്. दिल ये बेचैन वे, रस्ते पे नैन वे, जिंदगी बेहाल है, सुर है ना ताल है, आजा सवरिया आ आ आ आ, ताल से ताल मिला, ताल से ताल मिला. ഇങ്ങനെ പല പാട്ടുകളിലും ഒരു ഭാഗമാണ് ഞാൻ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു പാട്ട് കൂടി പറയണം. മലയാളത്തിൽ ഞാൻ പാടിയ ഒരു സൂപ്പർ ഹിറ്റ് സോങ് കൂടി ഉണ്ട്. അത് കുറച്ചുകൂടി ലേറ്റർ കാലഘട്ടത്തിൽ ദീപക് ദേവന്റെ ആദ്യത്തെ സിനിമയായ ക്രോണിക് ബാച്ചില് അതിലൊരു പാട്ട്. അതിൽ ആക്ച്വലി എല്ലാ പാട്ടും ഞാൻ ആ ട്രാക്ക് പാടിയത് കേട്ടോ. സ്വയംവര ചന്ദ്രികയും ചുണ്ടത്തും എല്ലാം ഞാൻ തന്നെ ട്രാക്ക് പാടിയിരുന്നത്. അത് കേട്ട് സിദ്ദിഖ് സാർ ആണ് അക്സെപ്റ്റ് ചെയ്തത്. സിദ്ദിഖ് സാറിന് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ആണ് ഒരു പാർട്ടി കുട്ടിക്ക് കൊടുക്കാം എന്ന് സമ്മതിച്ച് തന്നത്. അധികം ഡയറക്ടേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഒരു സ്ട്രഗിളിങ്, ഒരു 10-15 കൊല്ലം ഫീൽഡിൽ ഇരുന്നിട്ടും ശരിയായ ഒരു ബ്രേക്ക് കിട്ടാത്ത ഒരാളാണെന്ന് തോന്നിയിട്ട് സിദ്ദിഖ് സാറായിട്ട് തന്നാണ് ഈ പാട്ട്. ചിരി ചിരിയോ
നിന്നൊമ്പര ചിരിയിൽ പിറന്നാൾ പിറയോ തുടി തുടിയോ നീ തൊടുതുടി തൊടുക്കുന്ന തിരുവാതിരയോ പെണ്ണുകോനുകോന് ചിന്നം കുറുനിര തഴുകന്റെ മുത്താര മുത്തായ മുത്തുമലർക്കാറ്റ് ഓ ചിരി ചിരിയോ നിന്നൊമ്പര ചിരിയിൽ പിറന്നാൾ പിറയോ തുടി തുടിയോ നീ തൊടുതുടി തൊടുക്കുന്ന തിരുവാതിരയോ. ഗംഭീരം. തമിഴ് തമിഴില് സൂപ്പർ ഹിറ്റ് സോങ് മാത്രം ഞാൻ പാടാം. പല പാട്ടുകളും കുറെ പാടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തെലുഗിലാണ് ഏറ്റവും അധികം പാട്ട് പാടിയിരിക്കുന്നത്. തെലുഗിൽ കീരവാണി സാർ തന്നെയാണ് എൻ്റെ ഗോഡ് ഫാദർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് മാത്രം ഞാനൊരു 50-60ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. അല്ലാതെ സ്ഥിരം ട്രാക്ക് ഗായികയായിരുന്നു അദ്ദേഹത്തിൻ്റെയും. പല മ്യൂസിക് ഡയറക്ടേഴ്സിനും ട്രാക്ക് പാടുന്ന ഒരാളായിരുന്നു ഞാൻ കുറേ നാള്. അങ്ങനെ വീണ് കിട്ടിയ അവസരങ്ങളാണ് ഈ പല പാട്ടുകളും സിനിമയിൽ വന്നിരിക്കുന്നത്. പാടി കഴിഞ്ഞിട്ട് കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടും അങ്ങനെയൊക്കെ കിട്ടിയ അവസരങ്ങളാണ്. ഒരു ബിഗ് സ്ട്രഗിൾ ആയിരുന്നു എൻ്റെ ഒരു കരിയർ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ തമിഴില് ഭയങ്കര എനിക്ക് നല്ലൊരു പേര് ഹിറ്റായിട്ടുള്ള ഒരു ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടിപൊളി ഗാനമാണ്. പൊതുവെ ഞാൻ മെലഡി പാടാനാണ് ഇഷ്ടപ്പെടാറ്, എങ്കിലും അടിപൊളി ഗാനങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എപ്പോഴും. മാമ്പഴമാ മാമ്പഴോ മൽഗോവ മാമ്പഴോ സേലത്ത് മാമ്പഴോ നീതാനട മാമ്പഴമാ മാമ്പഴോ മൽഗോവ മാമ്പഴോ സേലത്ത് മാമ്പഴോ നീതാനടി അഴകാ பறிச்சு உன்னை அப்படியே நான் தான் திங்க போற உசர இருக்கு என்ன எப்படிடா நீதான் பறிக்க போற அணிலாக மாறினா அழகாகத்தாவினா அங்கங்க ஒன்ன தவிக்க போற தீர்மானம் பண்ண நீ தீர்த்துக்கட்ட துணிஞ்ச நீ என்ன சுத்தி வார தார தார. ഗംഭീരം, സൂപ്പർ. എനിക്ക് രാജാ സാർ ജാനകിയമ്മ ഫേവറേറ്റ്സ് ആണ്. അതുകൊണ്ട് ലാ 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 തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായും ഞാനിടാം ആകാശ പൊന്നാളി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാളി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായും ഞാനിടാം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായും ഞാനിടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ ആ കയ്യിൽ ഒരു പിടി കഴിക്കാത്ത നെല്ലിക്കൈ മണി തരു തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം ആകാശ പൊന്നാളി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം. ഓക്കെ ഓക്കെ ശരി, ഓക്കെ. എന്തായാലും സന്തോഷം, താങ്ക് യു സോ മച്ച്. ഒപ്പം റായ്പൂരിൽ ഇത് സാധ്യമാക്കാനായിട്ട് നിന്ന ശ്രീ വിനോദ് പിള്ളയുടെ പേര് ഞാൻ ആദ്യം പറയണം. അദ്ദേഹത്തിന്റെ ഒരു അശ്രാന്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് പരിശ്രമമാണ് ഇന്ന് ഇത് സാധ്യമാക്കിയത്. ഡൽഹിയിൽ നടന്നതുപോലെ തന്നെ
ആ ക്വാളിറ്റിയിൽ തന്നെ നമുക്കിത് ഇവിടെ ചെയ്യാൻ പറ്റി. താങ്ക്സ് ശ്രീ വിനോദ് പിള്ള, ഒപ്പം ശ്രീ അനിൽ നായർ, നമ്മുടെ സജിമോൻ ജോസഫ്, ഒപ്പം ശ്രീ സജിത്ത് നായർ, ശ്രീ ജയമോഹൻ അടക്കമുള്ള എല്ലാ സുഹൃത്തുക്കളോടും താങ്ക്സ് പറയുന്നു. ശ്രീ മുഹമ്മദ് സാഹിബ്, അദ്ദേഹം അടക്കമുള്ള എല്ലാ ആളുകളോടും താങ്ക്സ്. അനിൽ പണിക്കർ തുടങ്ങി എല്ലാവരോടും താങ്ക്സ് പറയുന്നു. വണ്ടർഫുൾ ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീ കവാലം ശ്രീകുമാർ. താങ്ക് യു ശ്രീമതി ഗംഗ. താങ്ക് യു സോ മച്ച്.